Today's speciality is today is the second Sunday of the calendar year of our church. Can any of our Sunday school kids say what is the name of this Sunday? Any Sunday school kids? Hoodos Ito enna oral parnju. That's very good answer, Jason. Hoodos Ito. Can anyone say the meaning of the word Hoodos Ito? Who was that? Ethan? Dedication. Very good. Dedication. I think they already learned that in their Sunday school class today morning. ഇന്നത്തെ ദിവസത്തിൽ പറഞ്ഞ ദിസ് ഈസ് ദ ഡെഡിക്കേഷൻ, അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞ പ്രതിഷ്ഠാ പെരുന്നാൾ. ഗോസ്പൽ വായിച്ചപ്പോൾ നമ്മൾ കേട്ടു ഇറ്റ് വാസ് ദ ഫീസ്റ്റ് ഓഫ് ഡെഡിക്കേഷൻ ഇൻ ജെറൂസലം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. എന്താണ് ഈ പ്രതിഷ്ഠാ പെരുന്നാൾ? യെരുശലേമിൻ്റെ പ്രതിഷ്ഠാ പെരുന്നാൾ എന്താണെന്ന് നമ്മൾ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഇന്ന് അച്ഛൻ ഓൾഡ് ടെസ്റ്റ്മെന്റ് വായിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് പറഞ്ഞു, പ്ലീസ് ലിസൺ, വി ആർ ഗോയിങ് ടു റീഡ് എ സ്പെഷ്യൽ ബുക്ക് ടുഡേ ഇൻ ദി ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? യെരുശലേം ദേവാലയം പലതവണ തകർക്കപ്പെട്ട ഒരു ദേവാലയമാണ്, അശുദ്ധമാക്കപ്പെട്ട ഒരു ദേവാലയമാണ്. അങ്ങനെ തകർക്കപ്പെട്ടതിന് ശേഷം അതിലൊരാളുടെ പേരെടുത്ത് പറയുന്നുണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ടുഡേയ്സ് ലാസ്റ്റ് Old Testament, there was a special name mentioned in that portion. യൂദാസ് എന്നാണ്. ജൂഡസ് അല്ലെങ്കിൽ യൂദാസിൻ്റെ പേര് പറയുന്നുണ്ട്. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന യൂദാസ് അല്ല, വേറൊരു യൂദാസ്. യൂദ മക്കാബി എന്ന് പറയുന്ന ആൾ ഈ ദേവാലയം പുതുക്കി പണിയുന്നതിനും ശുദ്ധീകരിക്കുന്നതിനും പ്രതിഷ്ഠിക്കുന്നതിനും ഒക്കെ മുൻകൈയെടുത്ത ഒരാളാണ്. ഹി വാസ് ദ main proponent of the rededication of Jerusalem temple at that time. ആ ഒരു പ്രതിഷ്ഠാ പെരുന്നാൾ, പ്രതിഷ്ഠയുടെ ഓർമ്മ പുതുക്കുന്ന രീതിയിലാണ് യഹൂദന്മാർ പ്രതിഷ്ഠാ പെരുന്നാൾ ആഘോഷിച്ചുകൊണ്ടിരുന്നത്. ഇന്നും till today the Jews are still celebrating that feast in another name. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെയൊക്കെ കൂട്ടത്തിൽ അല്ലെങ്കിൽ സുഹൃത്ത് വലയങ്ങളിൽ ജ്യൂസ് ഉണ്ടെങ്കിൽ there is a feast for them, feast of Hanukkah. ഹാനുക്ക പെരുന്നാളിൻ്റെ സമയങ്ങളാണിപ്പോൾ. അതായത് വെളിച്ചത്തിൻ്റെ പെരുന്നാൾ, പ്രകാശത്തിൻ്റെ പെരുന്നാൾ എന്നൊക്കെ പറയാറുണ്ട്. അതൊന്നും നമ്മുടെ വിഷയമല്ല, എങ്കിലും വിഷയമാണ്, മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ്. പരിശുദ്ധ സഭയും ഒരു വർഷം തുടങ്ങുമ്പോൾ തന്നെ we have the sanctification of the church and also the dedication of the church. You know why our church fathers arranged these Sundays at the beginning of a year? കാരണം നമ്മൾ കർത്താവിൻ്റെ ഒരു ഉപമയിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്, വിതയ്ക്കുന്നവൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. അതിൻ്റെ ഉപമ അവസാനിക്കുന്നത് എങ്ങനെയാണ്? നല്ല നിലത്ത് വീണ വിത്ത് മുളച്ചു വളർന്ന് 30, 60, 100, 30, 60, 100 എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് വേറൊരു അർത്ഥത്തിലേക്കൊക്കെ പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് 30, 60, 100 മേനിയായി വിളഞ്ഞു എന്നൊക്കെ പറയാറുണ്ട്. അത് സമൃദ്ധിയെക്കുറിച്ചൊന്നുമല്ല പറയുന്നത്, പക്ഷേ the actual reception, how we receive the word of God, അതിനെക്കുറിച്ച്. സമൃദ്ധി വേറൊരു വിഷയമാണ്, അതിൻ്റെ വേറൊരു ഭാഗമാണെങ്കിലും അതിലേക്കല്ല നമ്മുടെ പ്രധാനപ്പെട്ട ചിന്ത. how we receive the word of God. അതും ഇതും തമ്മിൽ എന്താണ് ബന്ധം നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അടുത്ത ആഴ്ചത്തെ പ്രത്യേകത അറിയാമോ? നെക്സ്റ്റ് വീക്ക് ആരെങ്കിലും? ഓക്കെ, ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. അടുത്ത ആഴ്ച ദി അനൻസിയേഷൻ ടു ദ പ്രീസ്റ്റ് സഖറിയ. ഇനി മുതൽ അനൻസിയേഷൻ്റെ ആഴ്ചകളാണ്. സഖറിയ പുരോഹിതൻ്റെ അറിയിപ്പ്, മാതാവിൻ്റെ അറിയിപ്പ്, ജോസഫിനോടുള്ള അറിയിപ്പുകളുടെ ഞായറാഴ്ചകളാണ്. അറിയിപ്പെന്ന് പറഞ്ഞാൽ എന്താ അറിയിക്കുന്നവരോട്? മാലാഖി അറിയിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം അറിയിക്കുമ്പോൾ അവരെല്ലാവരും അത് സ്വീകരിച്ചു, പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ചു. അതുകൊണ്ട് പരിശുദ്ധ സഭയോട് പറയുകയാണ്, ഇഫ് യു വാണ്ട് ടു റിസീവ് ദ വേർഡ് ഓഫ് ഗാഡ് ഫ്രം ദി ഏഞ്ചൽ ഓഫ് ഗാഡ്, you should be sanctified and dedicated. You എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും we all are the part of the holy church. നമ്മളാണ് സഭ. ഈ നമ്മൾ കാണുന്ന കെട്ടിടമല്ല സഭ, നമ്മളാണ് സഭ, പരിശുദ്ധ. we are coming to Elmhurst St. Gregorios Parish. എന്തിനു വേണ്ടി വരുന്നറിയാമോ? to be the church
സഭയായി തീരാൻ വേണ്ടി നമ്മൾ വരുന്നത്. ഇവിടെ വന്ന് നമ്മൾ പാട്ട് പാടുന്നുണ്ട്, പതിവിൻ പടി നിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്കുക എന്ന് പറയും. ഇതൊരു കൂട്ടമാണ്. ഈ കൂട്ടത്തിൻ്റെ തലയായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ ആരോടാ പറയുന്നത്? ഗ്രിഗോറിയോസ് തിരുമേനി, പരിമല തിരുമേനിയോട് പറയുകയാണ്, പ്ലീസ് പ്രേ ഫോർ us ആസ് ദ ഹെഡ് ഓഫ് അവർ കോൺഗ്രിഗേഷൻ. വി ആർ ബീയിങ് ഹിയർ ആസ് എ ചർച്ച്, എ കോൺഗ്രിഗേഷൻ ആസ് എ ഹോൾ. ഒരു വലിയ സമൂഹമായി മറന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മളോട് പറയുകയാണ്, ഇഫ് യു വാണ്ട് ടു റിസീവ് ദ വേർഡ് ഓഫ് ഗോഡ്, you should be sanctified, or you should be prepared, or you should prepare your mind, your heart to receive the word of God. ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കാൻ വേണ്ടി നമ്മളെ തന്നെ ശുദ്ധീകരിക്കുന്ന ദിവസങ്ങളാണ്, ഒരുക്കുന്ന ദിവസങ്ങളാണ് ഈ 2 ഞായറാഴ്ചകൾ. അതിനുശേഷം മാത്രമേ വചനിപ്പ് സാധ്യമാവുകയുള്ളൂ. വചനിപ്പ് സാധ്യമാകും, പക്ഷേ ആ വചനിപ്പിൽ നിന്നും ലഭിക്കുന്ന വചനം, ദി ആക്ച്വൽ വേർഡ്, ദ വേർഡ് ഓഫ് ഗാഡ്. ഈ വേർഡ് എന്ന് പറയുന്ന ബൈബിളിൽ പറയുന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ടെന്ന് അറിയാമായിരിക്കുമല്ലോ, ഇല്ലേ? വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വൽ വേർഡ് നമ്മുടെ മുമ്പിലേക്ക് വന്നത് എങ്ങനെയാണ്? There is a form, there is a human form for that word of God. അത് ആരെക്കുറിച്ചാണ് പറയുന്നത്? യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. യേശുക്രിസ്തു ദൈവവചനം, നിങ്ങൾക്ക് തിയോളജി അല്ല പറയുന്നത്, ചിന്തിക്കുക. ദൈവത്തിൽ നിന്നും പുറപ്പെട്ടു വരുന്ന വചനം അത് മനുഷ്യനായി മാറിയത് യേശുക്രിസ്തുവിലൂടെയാണ്. എപ്പോഴാണ് വചനം ജഡമായി മാറിയത്? മനുഷ്യാവതാരത്തിൻ്റെ തുടക്കം എപ്പോഴാണ്? വചനിപ്പും അതുപോലെ തന്നെ ഈ ലോകത്തിലേക്ക് കർത്താവ് വന്നത് എപ്പോഴാണ്? ആദ്യമായിട്ട് വന്നത് തിരുജനനത്തിലൂടെയാണ്. അപ്പോൾ നമ്മൾ ഇനി ചിന്തിക്കുന്നത് കർത്താവിൻ്റെ വചനം ഈ ലോകത്തിലേക്ക് വരുന്നത് കർത്താവിൻ്റെ ജനനത്തിലൂടെയാണ്. അത് ഒരുപാട് ദിവസങ്ങളൊന്നും ഇല്ലയെന്ന് നമുക്കറിയാമില്ല. ഒരുപാട് ഓൾറെഡി നമ്മുടെ OCYM-കാരൊക്കെ ക്രിസ്മസ് കാരളിംഗ് പാട്ട് പഠിക്കാനൊക്കെ ആരംഭിച്ചു. നമുക്ക് ചുറ്റുപാടുമുള്ള ഷോപ്പുകളിലൊക്കെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസൊക്കെ വിൽക്കാൻ ആരംഭിച്ചു. നമ്മുടെയൊക്കെ വീടുകളിൽ ക്രിസ്മസിൻ്റെ ലൈറ്റ് ഇടാനും ക്രിസ്മസ് ട്രീ ഒരുക്കാനും ആരംഭിച്ചു. നമ്മളെല്ലാവരും വി ആർ എക്സ്റ്റേണലി പ്രിപ്പയറിംഗ് ഫോർ ദ ഫീസ്റ്റ് ഓഫ് ക്രിസ്മസ്. ഈ എക്സ് എന്നൊക്കെ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ക്രിസ്മസ് എന്ന പേരിനെയൊക്കെ. അതിൻ്റെ അർത്ഥതലങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ബട്ട് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ക്രിസ്മസ്, വാട്ട് ഈസ് നേറ്റിവിറ്റി ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. വി ആർ ഗോയിങ് ടു സെലിബ്രേറ്റ് ദ നേറ്റിവിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ മനുഷ്യാവതാരം, ദൈവത്തിൽ നിന്നും പുറപ്പെട്ടു വന്ന വചനം മാംസമായി തീർന്നതിനെ ഹൗ ക്യാൻ വി റിസീവ്? അതാണ് ഇന്നത്തെ ഈ ഞായറാഴ്ചയിലെ the actual question of this Sunday is, how can we receive the word of God, the manifested word of God? മനുഷ്യൻ്റെ മുൻപാകെ വെളിപ്പെട്ടു വന്ന ദൈവവചനത്തെ എങ്ങനെ സ്വീകരിക്കാം? So we have to be sanctified. ഈ എങ്ങനെ സാങ്ക്ടിഫൈഡ് ആക്കാം എന്നുള്ള ഒരു ചോദ്യം കൂടി ഇന്നത്തെ വേദഭാഗത്തിൽ അവതരിപ്പിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ മുമ്പിൽ ഏത് രീതിയിലൊക്കെ നിങ്ങളോടൊത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. ഹൗ യു ഷുഡ് ബിലീവ് ഇൻ മീ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ ഒരു വലിയ ഒരു ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ്? നോട്ട് ബിക്കോസ് ഓഫ് മൈ വേർഡ്സ് ബട്ട് ബിക്കോസ് ഓഫ് മൈ ആക്ഷൻസ് ദാറ്റ് ഐ ആം ഡൂയിങ് ഫ്രം മൈ ഫാദർ യു ഷുഡ് ബിലീവ് ഇൻ മീ. നിങ്ങളുടെ മുൻപാകെ ഞാൻ പറയുന്ന വാക്കുകളല്ല, ഞാൻ നിങ്ങളോട് ചെയ്യുന്ന പ്രവൃത്തികൾ മൂലം എന്നിൽ നിങ്ങൾ വിശ്വസിപ്പീൻ എന്ന് കർത്താവ് പറഞ്ഞിട്ടാണ് എങ്ങനെ നമുക്ക് ഹൗ ക്യാൻ ബി സാങ്ക്ടിഫൈഡ് എന്ന് പറയുന്നത്. We can be sanctified due to when we obey the words and the deeds of Jesus Christ, or when we can imitate, when we can walk through the paths that Jesus Christ shown us in his public ministry, we can also be sanctified. അതാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മളൊക്കെ അറിയാം, ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയുടെ കാലഘട്ടം കൂടിയാണ്. നമ്മുടെയൊക്കെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഒരു പേരാണ് ജെമിനി, അല്ലേ? എനിക്ക് ഒരുപാട് പേരുടെ ഏറ്റവും വലിയ സുഹൃത്ത് ഇപ്പോൾ ജെമിനിയാണ്. എന്ത് ചോദിച്ചാലും ഉത്തരം പറയാൻ അറിയാവുന്ന ആളാണ് ജെമിനി. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ ജെമിനി നമ്മളെ സഹായിക്കും. എൻ്റെ പടം കൊടുത്തിട്ട് എനിക്കിഷ്ടമുള്ള രീതിയിലാക്കി തരാൻ പറഞ്ഞ് സുന്ദരനും സുന്ദരിയുമാക്കി ജെമിനി തിരിച്ചു തരും. പരിചയപ്പെടേണ്ട ഒരാളാണ്. ആരോടെങ്കിലും അറിയാവുന്നവരോട് ചോദിക്കുക, ജെമിനി എന്നൊരു പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട്. ജെമിനിയാണ് നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ ഏറ്റവും വലിയ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ ചാറ്റ് GPT എന്നൊക്കെ പറയും. നമ്മൾ എന്ത് ചോദിച്ചാലും, ഒരു കാലത്ത് ഗൂഗിളായിരുന്നു, ഇപ്പോൾ ചാറ്റ് GPTയും ജെമിനിയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. എന്തിനാണെന്നറിയാമോ? നമ്മുടെ ആക്ഷൻ, ഹീ ഈസ് ദി ആക്ച്വൽ ജെമിനി. ഞാൻ ഹീ എന്നങ്ങ് വിളിക്കുകയാണ്. ജെമിനി, ഹീ ഈസ് ട്രൈങ് ടു മേക്ക് അസ് നോട്ട് അവർ സെൽസ്.
നമ്മളെ നമ്മളല്ലാതാക്കി മാറ്റുന്ന ഒരാളാണ് ഈ ജെമിനി. നമുക്കിഷ്ടമുള്ള രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് വേണ്ട മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്ന ആളാണ് ഈ ജെമിനി. എക്സ്പ്രഷനിസം നമുക്കെല്ലാവർക്കും ആഗ്രഹം അതാണല്ലേ. നമ്മളെല്ലാവരും ഒരു ഫങ്ഷന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ വി ഓൾ ആർ ബോതേർഡ് അബൌട്ട് ക്യാമറാസ് ബിക്കോസ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി പബ്ലിഷ്ഡ് ലേറ്റർ, സോ ഐ ഹാവ് ടു ബി ഗുഡ് ഇൻ ദോസ് പിക്ചേഴ്സ് ഓർ ദോസ് വീഡിയോസ് എന്ന് ചിന്തിക്കും. നമ്മളെല്ലാവരും ഒരു ക്യാമറ ഓറിയൻറ്റഡ് ഒരു ജീവിതത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. സോ കർത്താവ് പറയുന്നുണ്ട്, മറ്റുള്ളവരുടെ മുൻപാകെ നമ്മൾ ചെയ്യുമ്പോൾ അത് ക്യാമറ ഉണ്ടെന്നുള്ള രീതിയിലല്ല, ദൈവം തമ്പുരാൻ കാണുന്നുണ്ട് എന്നുള്ള രീതിയിൽ വേണം ചെയ്യാൻ. മറ്റുള്ളവർ മുൻപാകെ നമ്മൾ പ്രദർശിപ്പിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. കന്യക മറിയാമിനെ കുറിച്ച് പറയുന്നുണ്ട്, ഷി വാസ് മീക്ക് ആൻഡ് ഹംബിൾ. എളിമ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മുൻപ് നമ്മൾ ബിഹേവിയർ എന്നും ക്യാരക്ടർ എന്നും പറഞ്ഞ് രണ്ട് വാക്കുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് വി ആർ ഷോവിങ് in front of others, and our character is even there is nobody, that is our character. കന്യക മറിയാമിനെ കുറിച്ച് പറഞ്ഞു മീക്ക് ആൻഡ് ഹംബിൾ. മറ്റുള്ളവരുടെ മുൻപിൽ മാത്രമല്ല, ആരുമില്ലാത്തപ്പോഴും അവൾ എളിമയുള്ളവളായിരുന്നു, ദൈവത്തോടുള്ള സ്നേഹമുള്ളവളായിരുന്നു, ദൈവവചനത്തോടും ആഗ്രഹമുള്ളവളായിരുന്നു. ക്യാമറ ഉള്ളപ്പോൾ മാത്രമല്ല നമുക്ക് ഭക്തി ഉണ്ടാകേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് സൗന്ദര്യം ഉണ്ടാകേണ്ടത് ക്യാമറയുടെ മുമ്പിലല്ല എന്ന് പ്രത്യേകമായിട്ട് ചിന്തിക്കുക. ക്യാമറ കോൺഷ്യസ് ആയിട്ട് ജീവിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടും ട്രൈ ടു ബി ഗാഡ് കോൺഷ്യസ്. ഹീ ഈസ് വാച്ചിങ് us, ഹീ ഈസ് സീയിങ് all of us, all our hidden thoughts എന്നും നമുക്കറിയാം. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ഹൃദയ വിചാരങ്ങളെ അറിയുന്നവൻ്റെ മുൻപാകെയാകുന്നു നിങ്ങൾ നിൽക്കുന്ന കല്യാണത്തിന് നമ്മൾ പറഞ്ഞു വിടാറുണ്ട്. അതുകൊണ്ട് നമ്മളോട് പറയുന്നു, ഹൗ ക്യാൻ ബി സാങ്ക്ടിഫൈഡ്? ട്രൈ ടു ബി അവെയർ ദാറ്റ് Jesus Christ, our God, is watching us. So our private and public matters should be sanctified. ആ ഒറ്റ ഒരു വാക്ക് മാത്രമേ, ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ ദൈവത്തിങ്കിലേക്ക് പോകാൻ, ദൈവവചനം സ്വീകരിക്കാൻ, ശരിയായ രീതിയിൽ ശുദ്ധീകരിക്കപ്പെടാൻ, പ്രതിഷ്ഠിക്കപ്പെടാൻ. സഭയാകമാനമായി പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ വീടുകളെയും നമ്മുടെ ഭവനങ്ങളെയും കുടുംബാംഗങ്ങളെയും ഒക്കെ ശുദ്ധീകരിച്ച് പ്രതിഷ്ഠിക്കാൻ ഈ ദിവസങ്ങളിൽ സാധിക്കട്ടെ. ഇനി വരുന്ന ഞായറാഴ്ചകൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. അടുത്ത ഞായറാഴ്ച ശരിക്കും പറഞ്ഞാൽ പല ഓർത്തഡോക്സ് സഭകളിലും നോമ്പ് ആരംഭിക്കുന്ന ദിവസമാണ്. പക്ഷേ നമ്മൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടേ നോമ്പ് ആരംഭിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ നോമ്പ് ആരംഭിക്കുമെന്നുള്ള ചിന്തയോടുകൂടി ഇനിയുള്ള ദിവസങ്ങൾ ജീവിക്കണം. ഏകദേശം 2-3 ആഴ്ചകൾ കഴിയുമ്പോൾ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് അവർ നേറ്റിവിറ്റി ഫാസ്റ്റ്. സോ പ്ലീസ് ട്രൈ ടു കീപ് ദാറ്റ് ഇൻ മൈൻഡ് ഓൾസോ. ബി പ്രിപ്പയർഡ് ഫോർ ടേക്കിംഗ് ഓർ ഒബ്സർവിങ് ദ നേറ്റിവിറ്റി ഫാസ്റ്റ്. ദൈവത്തിൻ്റെ പരിശുദ്ധ രൂഹ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും.